ഇന്ന് എൻ്റെ മൂന്നാമത്തെ ദിവസമാണ് തായ്ലൻഡിൽ. കൃത്യമായി തായ്ലൻഡ് സമയം തന്നെ നോക്കി രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ എത്തിയതാണ്. എന്നത്തെയും പോലെ നല്ല അതിമനോഹരമായ രുചികരമായ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാം ഇന്ത്യൻ ഫുഡ് തന്നെ. ഇപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കാണുവാൻ വേണ്ടി പോകുന്നത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇനിയിപ്പോൾ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ പൂർണ്ണമായും ഞങ്ങൾക്ക് കാണുവാൻ ബാക്കിയുള്ള ദിവസം നാളെ ഒരു ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ഇന്ന് കാണുവാൻ വേണ്ടി പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ആദ്യമേ തന്നെ സിൽവർ ഗാലറി, ലോകത്തിലെ ഏറ്റവും വലിയ ആഭരണ കല്ല് നിർമ്മാണശാല. ഈ രത്നം, വജ്രം, പവിഴം ഇങ്ങനെയുള്ള കല്ലുകളുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ ജാതകമെല്ലാം നോക്കി ഓരോ കല്ലെല്ലാം തരുന്നൊരു ഏർപ്പാടുണ്ടല്ലോ. നമ്മുടെയൊക്കെ കേരളത്തിൽ മാത്രമാണ് പ്രത്യേകിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പം പട്ടായയിൽ ചെന്നപ്പോൾ അവിടെയും ഇതേ പരിപാടി തന്നെ. വലിയ ജ്വല്ലറിയായി ഈ കല്ലുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് ആദ്യമേ കാണുവാൻ വേണ്ടി പോകുന്നത്. അത് വളരെ അത്ഭുതം തോന്നുന്ന കാര്യമാണ് ഇതിനുള്ളിൽ നടക്കുന്ന ഇതിൻ്റെ നിർമ്മാണം. അത് കാണുവാൻ വേണ്ടിയാണ് ആദ്യമേ പോകുന്നത്. അതിനുശേഷം നോൺഗ്നൂച്ച് വില്ലേജ്, അതായത് പട്ടായയിൽ നിന്ന് 16 കിലോമീറ്റർ മാറിയുള്ള ഒരു ബോട്ടാണിക്കൽ ഗാർഡനാണ്. നമ്മുടെ ദിനോസർ കാലഘട്ടം മുതൽ മാമത്തിൻ്റെ കാലഘട്ടം തുടങ്ങി ഇങ്ങനെ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ കാഴ്ചകൾ വരെ നമുക്ക് 2.5 കിലോമീറ്റർ ചതുരശ്ര വിസ്തൃതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ എല്ലാ മൃഗങ്ങളും അവിടെ സ്റ്റാച്ചുവായി തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ചില മൃഗങ്ങൾ ജീവനോടെയും അതിൻ്റെ ഉള്ളിലുണ്ട്. വളരെ അത്ഭുതകരമായൊരു കാഴ്ചയാണ് ഈ നോൺഗ്നൂച്ച് വില്ലേജ് എന്ന് പറയുന്നത്. പ്രകൃതിയുടെ തന്നെ പല പല അവസ്ഥാവിശേഷങ്ങളിലൂടെ നമ്മൾ അതിനുള്ളിൽ ചെല്ലുമ്പോൾ കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്ന മഞ്ഞും മഴയും വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും എല്ലാം അതിനുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ നോൺഗ്നൂച്ച് വില്ലേജിലെ നമ്മുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ പിന്നെ കാണുവാൻ വേണ്ടി പോകുന്നത് നോൺഗ്നൂച്ച് വില്ലേജ് ട്രഡീഷണൽ ഷോയാണ്. അതായത് ഈ നോൺഗ്നൂച്ച് വില്ലേജിൽ തന്നെ അവർ അവരുടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാമാണത്. തായ്ലൻഡിൻ്റെ ചരിത്രവും അവരുടെ സംസ്കാരവും അവിടെ നടന്നിരിക്കുന്ന പല പല ഏറ്റുമുട്ടലുകളും നമ്മളുടെ മുമ്പിൽ ദൃശ്യാവിഷ്കാരമായി അവർ അവതരിപ്പിക്കുന്നു. അതിൽ ഡാൻസ് ഉണ്ട്, ഏറ്റുമുട്ടലുകളുണ്ട്, വാൾബൈറ്റുകളുണ്ട്. അങ്ങനെയുള്ള പല പല രീതിയിലും അവർ അവരുടെ ചരിത്രത്തെയും അവരുടെ പാരമ്പര്യത്തെയും അവരുടെ ആചാരങ്ങളെയും നമ്മളുടെ മുമ്പിൽ എത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ അതോടുകൂടി ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ നമുക്ക് സിൽവർ ഗാലറി പട്ടായയിലേക്ക് പോകാം. ഏതൊക്കെ ഐറ്റംസാ മോനെ? ഒന്നും പിടുത്തം കിടന്നില്ല. ഫിഷ് പിക്കിൾ, എടുക്കില്ല, മീൻകറി, ചിക്കൻ, റൈസ്, ഫ്രൈഡ് റൈസ്, ദാൽ, പനീർ, ഉരുളക്കിഴങ്ങ്, പപ്പടം, നാനല്ലേ? ബട്ടർ നാൻ എന്ന് നോക്കല്ലേ? പിടിപ്പിച്ചോ, കിട്ടോ? ഇതെന്താണോ? പപ്പടം. പപ്പടം പപ്പടം വേണ്ട. പപ്പടം വേണ്ട. ഉരുളക്കിഴങ്ങ്. കിഴങ്ങാണോ കപ്പയാണോ അത്? പനീർ,
പനീർ പനീർ ബട്ടർ ചിക്കൻ ചിക്കൻ ഫ്രൈ സേവിയ